हेलो बच्चों, इന്ന് 7th സ്റ്റാൻഡേർഡിൻ്റെ 6th ചാപ്റ്ററായ രക്ത ഓർ ഹമാര ശരീരാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. दिव्या अनिल की छोटी बहन है. यूँ तो वह शुरू से ही कमज़ोर है, लेकिन इधर कुछ दिनों से उसे हर समय थकान महसूस होती रहती है. ദിവ്യ അനിൽ की छोटी बहन है. ദിവ്യ അനിലിൻ്റെ ചെറിയ അനിയത്തിയാണ്. യോ തോ വ ശുരു സെ ഹി കംസോർ ഹെ. അവൾ എന്താ പറയുക, ജനനം മുതലേ ആദ്യം മുതലേ കംസോർ എന്ന് പറഞ്ഞാൽ വീക്കാണ്. लेकिन इधर कुछ दिनों से उसे हर समय थकान महसूस होती रहती है. लेकिन എന്ന് പറഞ്ഞാൽ പക്ഷേ ഇതർ കുച്ച് ദിനോസെ ഈയിടെ കുറച്ച് ദിവസങ്ങളായിട്ട് അവൾ ഹർ സമയ് എപ്പോഴും ദക്കാൻ എന്ന് പറഞ്ഞാൽ ക്ഷീണം, മെഹസൂസ് എന്ന് പറഞ്ഞാൽ അനുഭവപ്പെടുക. അവൾക്ക് എപ്പോഴും ക്ഷീണം ഉള്ളതുപോലെ അനുഭവപ്പെടുന്നു. മൻ കിസി കാമേ നെഹി ലഗ്ത. മനസ്സ് ഒരു പ്രവൃത്തിയിലും നിൽക്കുന്നില്ല. ഭൂക്ക് ബി പെഹ്ലെ സെ കം ഹോ ഗയി ഹെ. അപ്പോൾ വിശപ്പ്, ഭൂക്ക് എന്ന് പറഞ്ഞാൽ വിശപ്പും ആദ്യത്തേതിനെക്കാട്ടും കുറവായിട്ടുണ്ട്. അസ്പത്താൽ മേ ഉസെ ഡോക്ടറിനെ ദേക്കാത്തോ കഹ. അസ്പത്താൽ എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ അവളെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു. ലഗ്താ ഹെ ദിവ്യ കെ ശരീർ മേ രക്ത കി കമി ഹോ ഗയി ഹെ. ലഗ്താ ഹെ എന്ന് പറഞ്ഞാൽ തോന്നുന്നു ദിവ്യയുടെ ശരീരത്തിൽ രക്തത്തിൻ്റെ കുറവ് ഉണ്ടെന്ന്. ജാഞ്ച് കരാക്കർ ദേഖ്തേ ഹെ. ജാഞ്ച് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. യह कहकर उन्होंने दिव्या का रक्त की जांच के लिए पास के एक कमरे में भेज दिया. അത് പറഞ്ഞിട്ട് യह कहकर എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് ഉനോന്നെ അവർ ദിവ്യയെ അടുത്തുള്ള കമറ എന്ന് പറഞ്ഞാൽ കമരയിലേക്ക് ഭേജ് ദിയ എന്ന് പറഞ്ഞാൽ അടുത്തുള്ള റൂമിലേക്ക് അയച്ചു. എന്തിന്? രക്തത്തിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ. വഹാം അനിൽ കോ അപ്നി ഹി ജാൻ പെഹ്ചാൻ കി ഡോക്ടർ ദീദി ദിക്കായി ദി. അപ്പോൾ ആ നെക്സ്റ്റ് റൂമിൽ അനിലിന് ജാൻ പെഹ്ചാൻ എന്ന് പറഞ്ഞാൽ പരിചയമുള്ള ഡോക്ടറിനെ കാണപ്പെട്ടു ആ റൂമിൽ. ഡോക്ടർ ദീദിനെ കഹോ അനിൽ കൈസെ ആനാ ഹുവാ. അപ്പോൾ ഡോക്ടർ ചേച്ചി ചോദിച്ചു അനിലിനോട്, പറഞ്ഞു. ഡോക്ടർ ദീദി പറഞ്ഞു, കഹോ അനിൽ, പറയൂ അനിൽ, എന്തിനാ വന്നത്? അനിലിനെ ബത്തായാക്കി ഡോക്ടറിനെ ദിവ്യ കോ ഖൂൻ കി ജാഞ്ച് കെ ലിയെ ആപ്കെ പാസ് ഭേജാ ഹെ. അപ്പോൾ അനിലിനെ പറഞ്ഞു ഡോക്ടർ ദിവ്യയുടെ ഖൂൻ എന്ന് പറഞ്ഞാൽ ബ്ലഡിൻ്റെ ജാഞ്ച് ടെസ്റ്റ്, ബ്ലഡിൻ്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് ആപ്കെ പാസ് ഭേജാ ഹെ, അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് അയച്ചതാണ്. इतना सुनते ही डॉक्टर दीदी ने दिव्या की उंगली से रक्त की कुछ बूंदें एक छोटी सी शीशी में डाल दी और स्लाइड पर लगा दी. അപ്പോൾ ഇतना सुनते ही, ഇത്രയും കേട്ടപ്പോൾ ഡോക്ടർ ദീദിനെ ദിവ്യക്ക് ഉംഗ്ലി സെ, ഡോക്ടർ ദിവ്യയുടെ ഉംഗ്ലി എന്ന് പറഞ്ഞാൽ വിരലിൽ നിന്ന് കുച്ച് ബൂന്തേ, രക്തക്ക് കുച്ച് ബൂന്തേ എന്ന് പറഞ്ഞാൽ രക്തത്തിൻ്റെ കുറച്ച് ഡ്രോപ്സ്, ബൂന്തേ എന്ന് പറഞ്ഞാൽ ഡ്രോപ്സ്, തുള്ളികൾ. ഏക് ചോട്ടി സി ശീശിമേ ഡാൽ ദി. ഒരു ചെറിയ കുപ്പിയിലെടുത്തിട്ട് സ്ലൈഡ് പെർ ലഗാദിയ. ഈ ഗ്ലാസിൻ്റെ ചെറിയ ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, ഗ്ലാസിൻ്റെ ഒരു പീസ് അതിൽ ലഗാദി എന്ന് പറഞ്ഞാൽ അതിലാക്കി തുള്ളി. ഫിർ അനിൽ സെ ബോലി, അനിൽ തും കൽ അസ്പത്താൽ സെ റിപ്പോർട്ട് ലേ ജാന. എന്നിട്ട് അനിലിനോട് പറഞ്ഞു, അനിൽ നീ നാളെ, തും കൽ എന്ന് പറഞ്ഞാൽ നീ നാളെ, അസ്പത്താൽ സെ റിപ്പോർട്ട് ലേ ജാന, ആശുപത്രിയിൽ നിന്ന് റിപ്പോർട്ട് മേടിച്ചു കൊണ്ട് പോകണം. अगले दिन अस्पताल पहुंचकर अनिल ने डॉक्टर दीदी के कमरे के दरवाजे पर दस्तक दी. अगले दिन എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം ആശുപത്രി എത്തിയിട്ട് अस्पताल पहुंचकर अनिल ने डॉक्टर दीदी के कमरे के दरवाजे पर दस्तक दी. അനിൽ ഡോക്ടറിൻ്റെ റൂമിൻ്റെ ദർവാസ എന്ന് പറഞ്ഞാൽ ഡോർ പർ ദസ്തക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുട്ടുക. ദസ്തക് ദി. ഭീത്തർ സെ ആവാസായി, ഭീത്തർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് ശബ്ദം വന്നു. ആ ജാവോ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് വരൂ. അനിലിനെ കമരമേ പ്രവേശിക്കുക, അനിൽ അകത്തേക്ക് കടന്നു.
तो पाया डॉक्टर दीदी सूक्ष्मदर्शी द्वारा एक स्लाइड की जांच कर रही थी. അപ്പോൾ കാണാൻ പറ്റി. ഡോക്ടർ ദീദി സൂക്ഷ്മദർശി എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് സ്ലൈഡിൻ്റെ മുകളിൽ എന്തോ ടെസ്റ്റ് ചെയ്യുന്നത് കണ്ടു, നോക്കിയിട്ട് ചെയ്യുന്നത് കണ്ടു. ദീദിക്ക് ഇഷാരെ സേ വ പാസ് രക്കി ഏക്ക് കുർസി പർ ബൈഠ് ഗയ. ദീദിക്ക് ഇഷാരെ സേ എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ എന്താ പറയുക, ഇങ്ങനെ കാണിക്കില്ല, നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കും, ഒരാളകത്തേക്ക് വരുമ്പോൾ അങ്ങനെ അതിലേക്ക് തന്നെ ശ്രദ്ധിച്ചിട്ട് ഇരിക്കാൻ പറയില്ല, അതിനെയാണ് ഇഷാരെ എന്ന് പറയാം. ദീദിക്ക് ഇഷാരെ സേ വ പാസ് രക്കി ഏക്ക് കുർസി പർ ബൈഠ് ഗയെ. അങ്ങനെ അതിന് അടുത്തുണ്ടായിരുന്ന ഒരു ചെയറിൽ ഇരുന്നു. स्लाइड की जांच पूरी होने पर डॉक्टर दीदी ने साबुन से हाथ धोए और तैलिए से പോഞ്ചത്തി ഹുയി ബോലി. അതിൽ നിന്ന് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ ദീദി സോപ്പ് കൊണ്ട് ഹാത്ത് ധോയെ കൈ കഴുകി. ഓർ തൈലിയേസെ പോഞ്ചത്തി ഹുയി ബോലി, എന്നിട്ട് ടവൽ കൊണ്ട് കൈ തുടച്ചുകൊണ്ട് പറഞ്ഞു, അനിൽ ദിവ്യക്കോ എനീമിയ ഹേ. ദിവ്യക്ക് എനീമിയ ആണ്. എനീമിയ എന്ന് പറഞ്ഞാൽ വിളർച്ച, ബ്ലഡിൻ്റെ കുറവുകൊണ്ടുണ്ടാകുന്ന രോഗമാണ്. ഹീമോഗ്ലോബിൻ്റെ കുറവുകൊണ്ട് വരുന്നതാണ് എനീമിയ. ചിന്താക്കി ബാത് നഹി, പ്രശ്നമൊന്നുമില്ല. കുച്ച് ദിൻ ദവാ ലേഗി തോ ടീക്ക് ഹോ ജായേഗി, കുറച്ച് ദിവസം മരുന്ന് കഴിച്ചാൽ ശരിയാകും. അനിൽ കെ മൻ മേ ജിജ്ഞാസ ഹുയി വോ ബോല, ദീദി ഏക് സവാൽ പൂച്ചു. അനിൽ കെ മൻമേ ജിജ്ഞാസ ഹുയി, അനിലിൻ്റെ മനസ്സിൽ അപ്പോൾ അറിയാനുള്ള ആഗ്രഹമുണ്ടായി. അവൻ ചോദിച്ചു, ദീദിയെ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഹാ ക്യൂം നെഹി, ഡോക്ടർ ദീദിനെ കഹാ. ചോദിച്ചോളൂ, എന്തുകൊണ്ടില്ല, ചോദിച്ചോളൂ. എനീമിയ സെ ആപ്കാ ക്യാ മത്ലബ് ഹേ ദീദി, ഉസ്നെ പൂച്ച. എനീമിയ എന്ന് പറയുന്നത് എന്താണെന്നാണ്, അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് അവൻ ചോദിച്ചത്. ये जानने के लिए तुम्हें रक्त के बारे में जानना होगा. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് നിനക്ക് അറിയണമെങ്കിൽ നീ ആദ്യം രക്തത്തെ പറ്റി പഠിക്കണം. ഡോക്ടർ ദീദിനെ കഹാ ഫിർ ബോലി, ഡോക്ടർ ദീദി പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു, അനിൽ ദേഖ്നെ മേ രക്ത് ലാൽ ദ്രവ് കെ സമാൻ ദിക്താ ഹേ. രക്തം കാണാൻ ഒരു റെഡ് കളറിലുള്ള ദ്രവം പോലെയാണ് ഉണ്ടാവുക. किंतु इसे सूक्ष्मदर्शी द्वारा देखें तो यह अनुमति के पिटारे से कम नहीं. अनिल देखने में रक्त लाल द्रव के समान दिखता है. കാണുമ്പോൾ രക്തം ഇങ്ങനെ റെഡ് കളറിലാണ്. കിന്തു ഇസെ സൂക്ഷ്മദർശിനി ദ്വാര ദേക്കേത്തോ, ഇതിനെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഭാനുമതിക്ക് പിട്ടാരസെ കം നഹി, ഇതിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് സാധനങ്ങൾ ഈ രക്തത്തിൻ്റെ സൂക്ഷ്മദർശിനി വെച്ച് നമുക്ക് നോക്കുമ്പോൾ ഇതിനുള്ളിൽ കാണാൻ കഴിയും എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ അതിനെ അവർ സാമ്യപ്പെടുത്തുകയാണ്, അവരറിയുന്ന ആരെയോ ഇതായിട്ട് സാമ്യപ്പെടുത്തുകയാണ്. ഭാനുമതിക്ക് പിട്ടാരസെ കം നഹി, ഭാനുമതിയുടെ പെട്ടിയിലുള്ള സാധനങ്ങളുടെ അതിലും കുറവായിരിക്കില്ല, അതിനെക്കാട്ടിലും കൂടുതൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും കണങ്ങൾ അത് ഓരോന്നുണ്ട്, സെൽസ്, അങ്ങനെ പല സാധനങ്ങളും ഈ ബ്ലഡിൻ്റെ ഓരോ തുള്ളിയിലും കാണാൻ കഴിയും എന്നാണ് ഡോക്ടർ പറയുന്നത്. മോട്ടെ തോർ പർ ഇസ്കെ ദോ ഭാഗ് ഹോത്തെ ഹെ, ഏകദേശം ഇതിന് 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഏക് ഭാഗ് വ ജോ തരൾ ഹെ, ഒരു ഭാഗം വളരെ തരളമായിട്ടുള്ളതാണ്, സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ജിസെ ഹം പ്ലാസ്മ കഹത്തെ ഹെ, അതിനെ നമ്മൾ പ്ലാസ്മ എന്ന് പറയും. ദൂസര വ ജിസ്മേ ചോട്ടെ ബഡെ കൈ തരക്കെ കൺ ഹോത്തെ ഹെ, രണ്ടാമത്തേതിൽ ചെറുതും വലുതുമായ അനേകം കണ്ണ് പറഞ്ഞാൽ സെൽസ്, അനേകം സെൽസ് ഉണ്ട്. കുച്ച് ലാൽ കുച്ച് സഫേദ് ഓർ കുച്ച് ഐസെ ജിൻകാ കോയി രംഗ് നെഹി. കുച്ച് ലാൽ കുറച്ച് റെഡ് കളർ, കുച്ച് സഫേദ് കുറച്ച് വൈറ്റ് കളർ, ഓർ കുച്ച് ഐസെ ചിലത് ജിൻകാ കോയി രംഗ് നെഹി ചിലതിന് കളറൊന്നുമില്ല. അതിനെ ജിനെ ബിംബാണു പ്ലേറ്റ്ലേറ്റ് കൺ കേത്തേഹെ, അതിനെ നിറമൊന്നുമില്ലാത്തതിനെ പ്ലേറ്റ്ലെറ്റ് സെൽസ് എന്ന് പറയും. ये कण प्लाज्मा में तैरते रहते हैं, ഈ സെൽസ്
പ്ലാസ്മ മേ തൈർത്തെ രഹത്തെ ഹെ എന്ന് പറഞ്ഞാൽ പ്ലാസ്മയിൽ ഇങ്ങനെ ഒഴുകി നടക്കും. इतना कहकर डॉक्टर दीदी ने सूक्ष्मदर्शी के नीचे एक स्लाइड लगाई. ഇത്രയും പറഞ്ഞിട്ട് ഡോക്ടർ സൂക്ഷ്മദർശിനിയുടെ അടിയിൽ ഒരു സ്ലൈഡ് വെച്ചു, ഒരു ഗ്ലാസിൻ്റെ ഒരു പീസ് വെച്ചു. ഉസേ ഫോക്കസ് കിയ ഓർ ബോലി, എന്നിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്തു. ഇതിങ്ങനെ ശരിയാക്കിയിട്ട് സൂക്ഷ്മദർശിനീൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തിട്ട് പറഞ്ഞു, देखो अनिल, सूक्ष्मदर्शी द्वारा जो कण तुम्हें दिखाई दे रहे हैं ये है लाल रक्त कण. देखो अनिल, നോക്കൂ അനിൽ, സൂക്ഷ്മദർശി ദ്വാര, സൂക്ഷ്മദർശി കൊണ്ട് നീ കാണുന്ന, നിനക്ക് കാണാൻ പറ്റുന്ന ഈ കണമാണ് ലാൽ രക്ത് കൺ. അതായത് റെഡ് സെൽസ് നമ്മൾ പറയില്ലേ, ബ്ലഡിലുള്ള റെഡ് സെൽസ്, വൈറ്റ് സെൽസ് ഒക്കെ ഇല്ലേ, അതിൽ റെഡാണ് അനിലിന് കാണിച്ചു കൊടുത്തത്. स्लाइड देख मानो आश्चर्य से उछल पड़ा था. സ്ലൈഡ് കണ്ടിട്ട് അനിലിന് ഭയങ്കര ആശ്ചര്യം തോന്നി. രക്ത की एक बूंद में इतने सारे कण, രക്തത്തിൻ്റെ ഒരു ഡ്രോപ്പിൽ ഇത്രയും സെൽസോ, इसकी तो वह कल्पना भी नहीं कर सकता था. ഇത് അനിലിന് സങ്കല്പിക്കാൻ പോലും, ഇമാജിൻ ചെയ്യാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. वो बोला, इन्हें देखकर तो ऐसा लग रहा है मानो बहुत सी छोटी छोटी बालूशाही रख दी गई हो. ഇനെ ദേക്കർ. അപ്പോൾ അവൻ പറഞ്ഞു, ഇതിനെയൊക്കെ കണ്ടിട്ട് ऐसा लगता है, എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്, बहुत सी छोटी छोटी, കുറേ ചെറിയ ചെറിയ ബാലുഷാഹി എന്ന് പറഞ്ഞാൽ ഒരു തരം സ്വീറ്റാണ് നോർത്തിലൊക്കെ കാണുന്നത്. അപ്പോൾ അതിനെ പോലെ, അതിങ്ങനെ വെച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. हाँ दीदी बोली, लाल कण बनावट में बालूशाही की तरह ही होते हैं. അപ്പോൾ ചേച്ചി പറഞ്ഞു, റെഡ് സെൽസ് നിർമ്മിച്ച് അതിൻ്റെ ആ ഒരു ഷേപ്പ് ഏകദേശം ബാലുഷാഹി പോലെ തന്നെയാണ്. ഘോൽ ഓർ ദോനോ തര അവധൽ യാനി ബീച്ച് മേ ദബേ ഹുയെ. ഘോൽ എന്ന് പറഞ്ഞാൽ റൗണ്ട്, പിന്നെ ദോനോ തരഫ് അവതൽ, രണ്ട് സൈഡിലും ഒരു എന്താ പറയുക, കോൺകേവ് ഷേപ്പ്, എന്നിട്ട് ബീച്ച് മേ ദബേ ഹുയെ, നടുവിലൊന്നും ഇങ്ങനെ അമർന്നിട്ട്. രക്ത की एक बूंद में इनकी संख्या लाखों में होती है. രക്തത്തിൻ്റെ ഒരു ഡ്രോപ്പിൽ ഈ സെൽസ് ലാഖോം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഉണ്ടാകും. यदि हम 1 मिलीलीटर रक्त ले तो उसमें हमें 40 से 55 लाख कण मिलेंगे. നമ്മൾ ഒരു ചെറിയൊരു ഡ്രോപ്പ് ബ്ലഡ് എടുത്താൽ, ഒരു മില്ലിമീറ്റർ ബ്ലഡിൽ 40 से 55 लाख കൺ മിലെങ്കെ. അങ്ങനെ പറഞ്ഞാൽ 40 മുതൽ 55 സെൽസ് വരെ, 40 മുതൽ 55 ലക്ഷം സെൽസ് വരെ ഒരു മില്ലിലിറ്റർ ബ്ലഡിൽ നിന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. ഇൻകെ കാരൺ ഹി ഹമേ രക്ത ലാൽ രംഗ് കാ നസർ ആത്താ ഹെ. ഈ കാരണം കൊണ്ടാണ് നമുക്ക് ബ്ലഡ് റെഡ് കളറിൽ കാണപ്പെടുന്നത്. യേ കൺ ശരീർ കെ ലിയെ ദിൻ രാത് കാം കർത്തേ ഹെ. ഈ സെൽസ് ശരീരത്തിന് വേണ്ടി ദിൻ രാത്, ദിവസം മുഴുവൻ, പകലും രാത്രിയും, കാം കർത്തേ ഹെ, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാസ് ലേനെ പർ സാഫ് ഹവാ സെ जो ऑक्सीजन तुम प्राप्त करते हो उसे शरीर के हर हिस्से में पहुंचने का काम इन कणों का ही है. സാസ് ലേനെ പർ, നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ, സാഫ് ഹവാ സെ ജോ ഓക്സിജൻ, ശുദ്ധ വായുവിൽ നിന്ന് നമുക്ക് ഓക്സിജൻ ഉള്ളിലേക്ക് കിട്ടുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നതിനെ ഉസേ ശരീർ കെ ഹർ ഹിസ്സേമേ, അതിനെ ശരീരത്തിൻ്റെ എല്ലാ, ഹിസ്സേമേ എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിലേക്കും, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും, പഹൂഞ്ചാനേ കാ കാം ഇൻ കണോ കാ ഹി ഹേ, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്ന ജോലി ഈ കണങ്ങൾക്ക്, ഈ സെൽസിനാണ് ഉള്ളത്. ഇൻകാ ജീവൻ കാൽ ലഗ്ഭഗ് 4 മഹീനെ ഹോത്തേ ഹേ. ഇൻകാ ജീവൻ കാൽ ലഗ്ഭഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം, ഇതിൻ്റെ
ആയുസ് ഏകദേശം 4 മാസമാണ് ഈ സെൽസിന്. 4 മഹീനെ കെ ഹോത്തെ ഹോത്തെ യെ നഷ്ട ഹോ ജാത്താ ഹെ. 4 മാസം കഴിയുമ്പോഴേക്ക് ഇത് നഷ്ടമാവാൻ തുടങ്ങും. ലേക്കിൻ ഏക് സാത്ത് നഹി, പക്ഷേ ഒരുമിച്ചല്ല. ധീരെ ധീരെ, പതുക്കെ പതുക്കെ. കുച്ച് ആജ് കുച്ച് കൽ, കുറച്ച് ഇന്ന് കുറച്ച് നാളെ. കുച്ച് ഉസ്സെ അഗലേ ദിൻ, കുറച്ച് അതിൻ്റെ പിറ്റേന്നും. അങ്ങനെ ധീരെ ധീരെയാണ് ഇത് നഷ്ടപ്പെടുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. തബ് തോ കുച്ച് ഹി മഹീനോ മേ യെ ഖത്തം ഹോ ജാത്തെ ഹോങ്കെ. അപ്പോൾ അനിൽ ചോദിച്ചു, അങ്ങനെയാണ് ഇത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇല്ലാതാവുമല്ലോ. യ സുൻകർ ഡോക്ടർ ദീദി മുസ്കുര ഉഡി. ഇത് കേട്ടിട്ട് ഡോക്ടർ ചേച്ചിക്ക് ചിരി വന്നു. അദ്ദേഹം പറഞ്ഞു, നെഹി ഏസാ നെഹി ഹോത്ത, അല്ല അങ്ങനെയല്ല. ശരീർ മേ ഹർ സമയ നയേ കൺ ബൻതേ രഹത്തെ ഹെ. ശരീരത്തിൽ ഓരോ സമയവും പുതിയ കണങ്ങൾ, പുതിയ സെൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജോ നഷ്ട കണോ കാ സ്ഥാൻ ലേ ലേത്തെ ഹെ. അത് നഷ്ടപ്പെട്ട സെൽസിൻ്റെ ഭാഗമായിക്കൊള്ളും. പുതുതായി വന്നത്. हड्डियों के बीच के भाग मज्जा में ऐसे बहुत से कारखाने होते हैं जो रक्त कणों के निर्माण कार्य में लगे रहते हैं. ഹഡ്ഡിയോം കെ ബീച്ച് കെ ഭാഗ് മജ്ജാമേ എന്ന് പറഞ്ഞാൽ, ഹഡ്ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലുകളുടെ ബീച്ച്, ഉള്ളിലുള്ള മജ്ജയിൽ ऐसे बहुत से कारखाने होते हैं. കാർഖാന എന്ന് പറഞ്ഞാൽ ഫാക്ടറി. ഇങ്ങനെയുള്ള ഒരു ഫാക്ടറി ഉണ്ട്. അത് ജോ രക്തകണോക്കെ നിർമ്മാൺ കാര്യമേ ലഗേ രഹത്തെ ഹെ. അത് എന്തിനാണ്? പുതിയ സെൽസ്, ബ്ലഡ് സെൽസ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഫാക്ടറിയാണ് ഈ മജ്ജേൻ്റെ ഉള്ളിലുള്ളത് എന്നാണ് പറയുന്നത്. അത് ആ നിർമ്മാണ കാര്യങ്ങളിൽ എപ്പോഴും മുഴുകിക്കൊണ്ടിരിക്കും. इनके लिए इन कारखानों को प्रोटीन, लौह तत्व और विटामिन डी भी कच्चे माल की ज़रूरत होती है. इनके लिए, ഇതിനു വേണ്ടി ഈ ഫാക്ടറിക്ക്, ഇൻ കാർഖാനോക്കോ പ്രോട്ടീൻ, ലോഹത്തത്വം എന്ന് പറഞ്ഞാൽ അയൺ, ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. പ്രോട്ടീൻ, ലോഹത്തത്വം ഓർ വിറ്റാമിൻ, ഇത്രയും കച്ചേ മാൽ കി സറൂറത്ത് ഹോത്തി ഹെ. കച്ചേ മാൽ എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ. അതായത് ഈ ഫാക്ടറി ഒരു ഫാക്ടറി പോലെയാണ് പറയുന്നത് ഈ മജ്ജ, എല്ലിൻ്റെ ഉള്ളിലുള്ള മജ്ജയുടെ. അപ്പോൾ അത് പുതിയ സെൽസ് ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. അപ്പോൾ അതിന് വേണ്ട റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പ്രോട്ടീൻ, അയൺ, വിറ്റാമിൻ എന്നിവയാണെന്നാണ് പറയുന്നത്. ഓക്കെ, होती है. यह पौष्टिक आहार लेते हो. हरी सब्जी, फल, दूध, अंडा और गोश्त में ये तत्व उपयुक्त मात्रा में होते हैं. ഇത് പോഷകാഹാരത്തിൽ കിട്ടും. ഹരി സബ്ജി, പച്ച നിറത്തിലുള്ള വെജിറ്റബിൾസ്, ഫൽ ഫ്രൂട്ട്സ്, ദൂത് പാല്, അണ്ട എഗ്, ഓർ ഗോഷ്ത് എന്ന് പറഞ്ഞാൽ മാംസം, ഇതിലെല്ലാം ഇത് ഉപയുക്ത മാത്രമേ ഹോത്തേ ഹെ, ആവശ്യത്തിന് ഉണ്ട് എന്നാണ് പറയുന്നത്. യദി കോയി വ്യക്തി ഉചിത് ആഹാർ ഗ്രഹൺ നഹി കർത്താ തോ ഇൻ കാർഖാനോं को आवश्यकतानुसार കച്ചാ മാൽ നഹി മിൽ പാത്താ. ഏതെങ്കിലും ഒരു വ്യക്തി, യദി കോയി വ്യക്തി, ഉചിത് ആഹാർ, ശരിക്കുമുള്ള ഉചിതമായ ആഹാരം, ഗ്രഹൺ എന്ന് പറഞ്ഞാൽ കഴിക്കുക, ഉള്ളിലേക്ക് കഴിക്കാതിരിക്കുന്നുവോ, ഗ്രഹൺ നഹി കർത്താത്തോ ഇൻ കാർഖാനോക്കോ ആവശ്യകതാനുസാർ, ഈ ഫാക്ടറിക്ക് ആവശ്യത്തിനുള്ള കച്ചാ മാൽ നഹി മിൽപാത്ത, ആവശ്യത്തിനുള്ള റോ മെറ്റീരിയൽസ്, അതായത് പ്രോട്ടീനും അയണും വിറ്റാമിനും കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫുഡെല്ലാം കഴിക്കണം, എന്നാലേ ആ റോ മെറ്റീരിയൽസ് എല്ലാം കിട്ടുകയുള്ളൂ. നതീജ യ ഹോത്താ ഹെ. നതീജ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഇതായിരിക്കും. കി രക്തകൺ ബൻ നഹി പാത്തേ. രക്തകണങ്ങൾ, പുതിയ സെൽസ് ഉണ്ടാവില്ല. രക്തമേ ഇൻകി കമി ഹോ ജാത്തി ഹെ. ബ്ലഡിൽ ഇതിൻ്റെ കുറവ് ഉണ്ടാകും. ലാൽ കണോ കി ഇസി കമി കോ എനീമിയ കഹത്തെ ഹെ. ലാൽ കണോ കി, റെഡ് സെൽസിൻ്റെ ഈ കുറവിനെയാണ് എനീമിയ എന്ന് പറയുന്നത്.
तो क्या संतुलित आहार लेने मात्रा से हम एनीमिया से बचे रह सकते हैं? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല പോഷകാഹാരം കഴിച്ചാൽ നമുക്ക് എനീമിയയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? അനിലിനെ സവാൽ കിയ. അനിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു. ദീദി ബോലി हाँ यह कहना काफ़ी हद तक सही होगा. അപ്പോൾ ദീദി പറഞ്ഞു ഇത് ഒരു എന്താ പറയുക, അത് ഒരു പരിധി വരെ ശരിയാണ്. യോൻ തോ എനീമിയ ബഹുത് സെ കാരണോ സെ ഹോ സക്താ ഹെ. പിന്നെ അതല്ലാതെ എനീമിയ വേറെ പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം. കിന്തു ഹമാരെ ദേശ് മേ ഇസ്കാ സബ്സെ ബഡാ കാരണം പൗഷ്ടിക് ആഹാർ കി കമി ഹെ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതുണ്ടാവുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം പോഷകാഹാരക്കുറവ് തന്നെയാണ്. इसके अलावा इस रोग का एक और बड़ा कारण है पेड़ में कीड़ों का हो जाना. इसके अलावा എന്ന് പറഞ്ഞാൽ ഇതിനു പുറമെ ഇസ് രോഗ का एक और बड़ा कारण है. ഈ രോഗത്തിന് വേറെ ഒരു കാരണം കൂടിയുണ്ട്. पेड़ में कीड़ों का हो जाना. വയറ്റിൽ पेड़ में എന്ന് പറഞ്ഞാൽ വയറ്റിൽ, कीड़ों का വയറ്റിലുണ്ടാവുന്ന കൃമി ഉണ്ടല്ലോ, പുഴു, അതിനെയാണ് कीड़ों का हो जाना. അതുണ്ടെങ്കിലും എനീമിയ വരാം. ये कीड़े प्रायः दूषित जल और ഓക്കെ. അപ്പോൾ പാർട്ട് 1 ഇത്രേ എടുക്കുന്നുള്ളൂ. പാർട്ട് 2 ബാക്കി എടുക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.